जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൗരി പ്രഭുവിന്റെ ഒരു ബുക്കിൽ നിന്ന് വായിച്ചാണ്. ഹരിശൗരി പ്രഭു അവസാനത്തെ പ്രഭുപാദ് നവംബർ 14, 1977 സമാധിയായത്. അപ്പം സെപ്റ്റംബർ 29 തൊട്ട് ഒക്ടോബർ മാസം മുഴുവൻ ഹരിശൗരി പ്രഭുവായിരുന്നു പ്രഭുപാദിന്റെ പേഴ്സണൽ സെർവൻറ്റ്. അപ്പം ആ ഒരു മാസത്തെ കാര്യമാണ് അദ്ദേഹം ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അപ്പം അദ്ദേഹം സെപ്റ്റംബർ 29 ബോംബെയിൽ വന്നു. ബോംബെയിലായിരുന്നു ആ സമയത്ത് പ്രഭുപാദ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വൃന്ദാവനത്തിലോട്ട് പോയത്. കാരണം ഇടയ്ക്ക് പ്രഭുപാദ് ഒരു യൂറോപ്യൻ ടൂറ് ചെയ്തു. വൃന്ദാവനത്തിലായിരുന്നു പ്രഭുപാദ്, ഇടയ്ക്ക് യൂറോപ്പിൽ ഒന്ന് പോയിരുന്നു. പക്ഷെ അത് പൂർത്തിയാക്കാൻ പറ്റും. യൂറോപ്പിൽ പോയിട്ട് അമേരിക്കയിൽ പോകണം എന്നായിരുന്നു പ്രഭുപാദ് ആഗ്രഹിച്ചത്. പക്ഷെ യൂറോപ്പിൽ ഭക്തിവേദാന്ത മാനറിൽ വന്നപ്പോൾ തന്നെ പ്രഭുപാദിന്റെ ആരോഗ്യം ഭയങ്കര ഡൗൺ ആയതുകൊണ്ട് പ്രഭുപാദ് തിരിച്ച് ബോംബെയിലേക്ക് വന്നു. ബോംബെയിൽ വന്നിട്ട് ഈ ജുഹു ടെമ്പിളിന്റെ ഓപ്പണിങ്ങിന് വേണ്ടിയാണ് പ്രഭുപാദ് അവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് അത് സെപ്റ്റംബർ 26 ജുഹു ടെമ്പിൾ ഓപ്പണിംഗ് ആയിട്ട് വച്ചിരുന്നത്. ഇത് ഒക്ടോബർ 26. അപ്പൊ ഇത് സെപ്റ്റംബർ 29 കാര്യമാണ്. അപ്പൊ 3 ആഴ്ചയും കൂടെ ഉണ്ട് ഓപ്പണിങ്. അപ്പൊ പ്രഭുപാദ് വിചാരിച്ച ഓപ്പണിംഗ് വരെ ബോംബെയിൽ നിൽക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ പ്രഭുപാദിന്റെ ആരോഗ്യം സെപ്റ്റംബർ 29 ആ സമയമൊക്കെ വളരെയധികം താഴോട്ട് പോയിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഹരിശൗരി പ്രഭുപാദിന്റെ പേഴ്സണൽ സെർവന്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഡേ രാവിലെ അദ്ദേഹം എത്തി, പ്രഭുപാദിന്റെ ദർശനം എടുത്തു. പിന്നെ ഓവർനൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അദ്ദേഹം റെസ്റ്റ് എടുത്തു. പിന്നെ 5:30 ആയപ്പം സെപ്റ്റംബർ 29 5:30 ആയപ്പോഴത്തേന് പ്രഭുപാദിനെ കാണാനായിട്ട് ഹരിശൗരി പ്രഭു വീണ്ടും പ്രഭുപാദിന്റെ റൂമിലോട്ട്, നമ്മുടെ ജുഹു ടെമ്പിൾ മെയിൻ റൂം, ടെമ്പിൾ ഓപ്പൺ ആയില്ലെങ്കിലും ആ ടവേഴ്സ് ഓപ്പൺ ആയി. അതിനകത്ത് പ്രഭുപാദിന്റെ റൂം സെറ്റായിരുന്നു. അതിനകത്തായിരുന്നു പ്രഭുപാദ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ തമാൽ കൃഷ്ണ മഹാരാജ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രഭുപാദ് അവിടെ ഉണ്ടായിരുന്ന GBCസും അവിടെ സെർവൻസും എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യണം. കാരണം പ്രഭുപാദ് ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. ഇനി 3 ആഴ്ചയും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് ജുഹു ടെമ്പിൾ ഓപ്പൺ നിൽക്കണോ അതോ വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോകണോ എന്നുള്ള കാര്യം അങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ തമാൽ കൃഷ്ണ മഹാരാജും അവിടെ ഉണ്ടായിരുന്ന സെർവൻസും എല്ലാവരും കൂടെ ചെറിയൊരു ഡിസ്കഷൻ നടത്തിയിട്ട് പ്രഭുപാദിന്റെ റൂമിലേക്ക് കയറി. പ്രഭുപാദിന്റെ റൂമിൽ ചെന്നിട്ട് തമാൽ കൃഷ്ണ മഹാരാജാണ് ആദ്യം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, പ്രഭുപാദ് ഇനി 3 ആഴ്ചയുണ്ട് ഓപ്പണിംഗ് ആവാൻ. പക്ഷെ ഈ അവസ്ഥയിൽ അങ്ങേക്ക് ഒരു പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റൂല. അത്രയും ബെഡ് റിഡൻ ആണ് പ്രഭുപാദ്. അപ്പം എന്നിട്ടും ആൾക്കാർ പ്രഭുപാദിനെ കുറിച്ച് ചിന്തിക്കുന്ന അദ്ദേഹം ഒരു നരസിംഹ ഗുരു അല്ലെങ്കിൽ ഒരു ലയൺ ഗുരുവിനെ പോലെയാണ്. പക്ഷെ പ്രഭുപാദിന്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാവും. അതുകൊണ്ട് പ്രഭുപാദ് വൃന്ദാവനത്തിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ബാക്കി ആരോഗ്യം തിരിച്ചു കിട്ടുമ്പോൾ തിരിച്ച് ബോംബെയിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് കേട്ടിട്ട് പ്രഭുപാദ് പറഞ്ഞു, എനിക്ക് ബാക്കിയുള്ളവരും കൂടെ അഭിപ്രായം പറയാനായിട്ട്. അപ്പൊ അവിടെ ബ്രഹ്മാനന്ദ പ്രഭു ഉണ്ടായിരുന്നു. ബ്രഹ്മാനന്ദ പ്രഭുവും പറഞ്ഞു, വൃന്ദാവനത്തിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഹരിശൗരി പ്രഭുവിനോട് ചോദിച്ചു. അപ്പൊ ഹരിശൗരി പ്രഭു ഇങ്ങനെ പറഞ്ഞു, അത് എങ്ങനെ എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നില്ല. പ്രഭുപാദിന് ഈ ടെമ്പിൾ ഓപ്പണിങ്ങിന് എത്രമാത്രം ഇവിടെ നിൽക്കണം എന്ന ആഗ്രഹവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള ചിന്തയും ഏതാ കൂടുതലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം പ്രഭുപാദ് എന്താ അദ്ദേഹം പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് ഹരിശൗരി പ്രഭുവിന്റെ അഭിപ്രായം പറഞ്ഞു കൊടുത്തു. അപ്പം പ്രഭുപാദ് പറഞ്ഞത് ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹവും പറഞ്ഞു, ഹരിശൗരി പ്രഭു എനിക്ക് വൃന്ദാവനത്തിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ വേറെ 2 പേരുണ്ടായിരുന്നു, കുലാദ്രി പ്രഭു, അഭിരാമ പ്രഭു. അവർ 2 പേരും വൃന്ദാവനത്തിൽ പോകാമെന്ന് പറഞ്ഞു. വേറൊരു സെർവന്റ് ഉഭയേന്ദ്ര ഉണ്ടായിരുന്നു. ഉഭയേന്ദ്രയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ ഭൂരിപക്ഷം ആൾക്കാരും വൃന്ദാവനത്തിൽ പോകാമെന്ന് ഉള്ള രീതിയിൽ പറഞ്ഞു. അപ്പം പ്രഭുപാദ് അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, അപ്പം ഈ വിദേശത്തുള്ള ഓരോ GBCമാര് ഓരോ ആഴ്ച, നേരത്തെ ഓരോ മാസമായിരുന്നു, ഇപ്പൊ ഓരോ ആഴ്ച പ്രഭുപാദിന്റെ കൂടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവർക്ക് 3 ആഴ്ച കഴിയുമ്പോഴത്തേനും ബോംബെ ടെമ്പിൾ ഓപ്പൺ ആവും. അപ്പോൾ എല്ലാവർക്കും ബോംബെയിൽ തിരിച്ചു പോകാം എന്നുള്ള രീതിയിൽ പ്രഭുപാദ് പറഞ്ഞു. പിന്നെ തമാൽ കൃഷ്ണ മഹാരാജ് വീണ്ടും ഒരു അഭിപ്രായം പറഞ്ഞു, പ്രഭുപാദ് അങ്ങ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ബോംബെയിൽ നിൽക്കുകയാണെങ്കിൽ ഈ ടെമ്പിൾ ഓപ്പണിംഗ്
വേണ്ടിയാണ് അങ്ങ് നിൽക്കുന്നത്. അപ്പോൾ 3 ആഴ്ചയുണ്ട്. അപ്പോൾ അങ്ങേക്ക് അത് ഇനിയും ഞാൻ അതുവരെ നിൽക്കണം അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഇവിടെ ഉണ്ടാകും. പക്ഷേ വൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ അങ്ങ് ശരീരം വെടിയാനാണ് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങ് ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു അത് ഒരു സെന്റിമെന്റ് മാത്രമാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എല്ലാവർക്കും മനസ്സിലായി പ്രഭുപാദിന്റെ ഉള്ളിൽ എന്താണ്, വൃന്ദാവനത്തിൽ തിരിച്ചു പോകാം എന്നുള്ളതാണെന്ന് മനസ്സിലായി. അങ്ങനെ അപ്പോൾ ഹരിശൗരി പ്രഭുവിനെ ഉടനെ തന്നെ ഡൽഹിയിലേക്ക് വിട്ടു. പ്രഭുപാദ് ഉദ്ദേശിക്കുന്നത് ബോംബെയിൽ നിന്ന് ഡൽഹിയിൽ ഫ്ലൈറ്റിൽ പോയിട്ട് അവിടുന്ന് കാറിൽ വൃന്ദാവനത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഹരിശൗരി പ്രഭു അന്ന് തന്നെ ബോംബെയിലേക്ക് പോയി. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, എങ്ങനെയാണ് ഒരു ജി ബി സി ഒരു കൂട്ടായ്മ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് പ്രഭുപാദ് അതിനകത്ത് കാണിച്ചു തരികയാണെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ സെന്റിമെന്റ്സ് ഉണ്ടാവും, ഓരോ ഡിവോട്ടീസിനും. പക്ഷെ അതിനേക്കാളും ഉപരി ആചാര്യൻ, ഫൗണ്ടർ ആചാര്യ ശ്രീല പ്രഭുപാദിന്റെ ഉദ്ദേശം എന്തെന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കി പ്രഭുപാദിന്റെ ഉദ്ദേശമാണ് ഫൈനലായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട. ഒരു വ്യക്തിയുടെ അല്ല, എല്ലാവരുടെയും കൂട്ടായി ചിന്തിച്ച് ആ പ്രഭുപാദിന്റെ മൂഡാണ് ഫോളോ ചെയ്യേണ്ടത്. ആ രീതിയിലാണ് GBC ഇനി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു കാര്യം പ്രഭുപാദ് അതിലൂടെ കാണിച്ചു തന്നു എന്ന് ഹരിശൗരി പ്രഭുപാദ്.